കാതറേ കാശിമോജി വന്നിക്കണ് അന്നെ കാണണമെന്ന് പറഞ്ഞിക്കണ്. 100 ആയുസ സ്വത്തും മുതൽ 100 ആയുസും, അല്ലെങ്കിൽ തന്നെ ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നാണല്ലോ പ്രമാണം. ആ കാതറേ, ഈ 3-4 കൂട്ടി വീട്ടിൽ കാണുവാ. കോയിന്റെ കാര്യം തീരുമാനിക്കാനാ. പൊള്ളാച്ചിന്നാ കോയി വരുത്തുന്നത്. അത് വെട്ടലും നന്നാക്കലൊക്കെ അൻ്റെ ആൾക്കാരെയും പണിയാ. ആ പിന്നെ കല്യാണത്തിന്റെ കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവൂലല്ലേ? അസ്സലാമലൈക്കും. വലൈക്കുസ്സലാം. ആ മല്ലാക്ക, കല്യാണക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവൂലേ? കല്യാണത്തിന്റെ കാര്യമാകുമ്പോ നാട്ടുകാർ അറിഞ്ഞാൽ മതിയോ കാസിമേ? കാര്യസ്ഥൻ ഐദറൂസിനെ എല്ലാവരോടും കല്യാണം പറയാൻ കല്യാണക്കത്തായിട്ട് ഞാൻ പറഞ്ഞു വച്ചിരുന്നല്ലോ. പിന്നെ ഞാൻ നേരിട്ട് പറയാൻ VIP-കളാരും ഈ പൊന്നാങ്കരയിൽ ഉണ്ടായിട്ട് വേണ്ടേ? നാട്ടുകാർക്ക് ഇതന്നെ വലിയൊരു നാളാ. എന്താ കാസിമേ ഇജ്ജ് പടച്ചോനെ മറന്നുകൊണ്ട് ആൾക്കാരെ പരിഹസിക്കണ വർത്താനം പറഞ്ഞത്? ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് മല്ലാക്ക. ഞാൻ നേരിട്ട് പറഞ്ഞിട്ടില്ല എന്ന് കരുതി എന്റെ മകന്റെ കല്യാണത്തിന് വരാതിരിക്കാൻ ഈ പൊന്നാങ്കരയിൽ ഏത് സുജായ ഉള്ളത്? ഞാൻ വരൂല കാസിമേ. അതിനെന്താ കാരണം നിനക്കറിയോ? ഈ നേരിട്ട് ക്ഷണിക്കാത്തോണ്ടല്ല. എന്റെ വീട്ടിൽ വന്ന് ഒരു പിടി ചോറ് തിന്നാല് അത് പടച്ചോൻ പൊറുക്കൂല. അത്രക്ക് ഹറാമാണത്. എന്ത് തോന്നിയ സംഗതി പറയണേ? എന്റെ മകനെ കൊണ്ട് ഞാൻ ശ്രീധരം കൂടി വാങ്ങിപ്പിക്കണില്ല. ഒന്നും വാങ്ങണ്ടല്ലോ. അങ്ങനത്തെ പൂത്ത് കാശുള്ളോടത്തുനല്ലേ കെട്ടണത്. പോരാത്ത ആർഭാടോ ആഘോഷങ്ങളൊക്കെ വേറെ. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പർമ കയറി ആർഭാട കല്യാണത്തിനും ആഘോഷത്തിനും പ്രസംഗിക്കുന്ന അതേ മുസ്ലിയാക്കന്മാര് തന്നെ നിങ്ങളെപ്പോലുള്ള പൂത്ത കാശുള്ളോടത്ത് തിന്നുപോരും. ആ പണിക്ക് കുഞ്ഞുമുതിരെ കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾക്ക് അസൂയാണ് മല്ലാക്ക, പണക്കാരോടുള്ള കുയിന്ത്. മാത്രല്ല നിങ്ങളടുത്തേക്ക് ആലണിയില്ലല്ലോ. കാസിമേ, അനക്ക് ഓർമ്മണ്ടോന്നറിയില്ല. എനിക്ക് 17 വയസ്സാവുമ്പോ ഇന്ന് ഇജ് പാർക്കണ എന്റെ തറവാട്ട് പോരടക്കം ഈ പൊന്നാങ്കര പ്രദേശത്തിന്റെ 3/4 ഭാഗവും എന്റെ ബാപ്പാന്റെ അടുത്തായിരുന്നു. അന്ന് ബാപ്പ മരിച്ച് അന്നെ പോറ്റാൻ കായില്ലായിട്ട് അന്റെ ഉമ്മ എന്റെ പൊരയിൽ വന്ന് നെല്ലുത്തിണ്ടോ. അന്ന് ചൊറിയും ചിറങ്ങും പിടിച്ചിരുന്ന അന്നെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടുകാര് പിരിവിട്ടിട്ടുണ്ട്. ആ നാട്ടുകാരജിപ്പോ പരിഹസിക്കണേ. കുറെ പഴങ്കഥയും പറഞ്ഞ് നിങ്ങൾ ഈ നാട്ടുകാരുടെ മുമ്പിൽ നിന്നെ അപമാനിക്കാൻ നോക്ക. ഞാൻ അങ്ങനെ എന്നെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നുള്ളൂ. ഇജിപ്പം നടത്തുന്ന ഈ കല്യാണമല്ലോ, അതിന്റെ ആർഭാട ആഘോഷമൊക്കെ ഒന്ന് കുറച്ച്. ഈ പൊന്നാങ്കര പ്രദേശത്ത് പുരറിഞ്ഞിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ആയിട്ടുള്ള കല്യാണം നടത്താൻ നോക്ക്. എന്നാ പടച്ചോനടുത്തുള്ള കൂലിയെങ്കിലും കിട്ടും. നിങ്ങൾ പറഞ്ഞു വന്നപ്പോ കാര്യം മനസ്സിലായി. പോര നിറഞ്ഞു വെക്കുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തില് നിങ്ങളെ മകളുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, ഓൾ നിങ്ങളെ കൂരപ്പുര പൊളിച്ച് പുറത്ത് ചാടുന്നതിന് മുമ്പ് ഞാൻ ഓളെ കെട്ടിക്കോളാം. എന്താ കാശിമാറ്റി കാണിക്കണേ? കാര്യത്തിൽ ഇടപെടണ്ട. എന്റെ പണി നോക്കിയാൽ മതി. പണിക്കത്തെ പണി ഞാൻ കാണിച്ചു തരാം. പണമുള്ള നേരത്ത് ബന്ധങ്ങൾ വളരുന്നു, പണമില്ല സമയത്ത് ബന്ധങ്ങൾ അകലുന്നു. പണമുള്ള നേരത്ത് ബന്ധങ്ങൾ വളരുന്നു, പണമില്ല സമയത്ത് ബന്ധങ്ങൾ അകലുന്നു. പണമാണ് ഉലകിൽ പേരും പെരുമയും, പണമില്ലാത്തൊരുവൻ പിണമാണ് മണ്ണിൽ. പണമാണ് ഉലകിൽ പേരും പെരുമയും, പണമില്ലാത്തൊരുവൻ പിണമാണ് മണ്ണിൽ. നാളെ മഹ്ശറമുറ്റത്ത് ഈ സമ്പത്തൊന്നും തുണയാവില്ല ആ നേരത്ത്. കുങ്കുമപ്പൂ കുങ്കുമിലാ കുങ്കുമപ്പൂ കുങ്കുമിലാവ് ഹലോ, നമ്മളെ കാത്തോളിയോ. ഓട്ടം കണ്ടില്ലേ? ഓമ്പ് തടുള്ളൂ. നമ്മളത്ര ബുദ്ധിയില്ല. നമ്മളൊരു സംഭവ
അല്ല ആരാത്? ആ എന്താ സെലീന, വന്നിട്ട് കുറെ നേരമായോ? കുറച്ചു നേരമായി. എന്താ ഹാഷിമോന്റെ പനി കുറഞ്ഞില്ലേ? കുറവുണ്ട്. കൂടാതെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുള്ള ആ തലവേദന ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഓഹോ, അവസാനമായിരിക്കടാ. വാ പരിശോധിക്കാം. വാ. അല്ല മാഷ, ബിരുന്നാരൊക്കെ ഇപ്പൊ കുറവാണല്ലേ? കഴിഞ്ഞ ആഴ്ച ഇതിലാണ് കണ്ടിട്ടല്ലോ. ഓ അതൊന്നുമല്ലെന്നേ, വെക്കേഷൻ ആയിരുന്നല്ലോ. ഇത്തവണ എല്ലാവരും കൂടി അങ്ങോട്ട് പോയി. എങ്ങട്ടാ? ടീച്ചർ ഒടിക്കറ്റിയ? ആ, അവക്കട വീട്ടിലും മറ്റു ബന്ധു വീടുകളിലും ഒക്കെ ഒന്ന് കറങ്ങി. അതുകൊണ്ട് ഇപ്പൊ എത്തായി? ഇച്ചൊരു 10-25 കിലോ കോഴി ചെലവാണ് ഇല്ലാതെയായി. എപ്പോഴും 20-25 കൊണ്ടുപോകാൻ പറ്റുമോ? നാട്ടിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 5-6 കിലോ മതി. 10 മാസങ്ങൾ കായില്ലാത്ത എന്താ അവിടെ കോഴിക്കട മണക്കണേ? കോഴിപ്പീടി പിന്നെ കോഴിക്കാട്ടല്ലാതെ ആട്ടുകാട്ടം മണക്കോ പോത്തെ? അതും ശരിയാണ്. നിങ്ങളൊരു സൽക്കാരപ്രിയനാണില്ലേ? ഈ വിരുന്നാരി എവിടെ വന്നാലും കോഴിക്കൾക്ക് ഒരു കിടക്കപ്പുറത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. വിരുന്നാരി ഇന്നലെ കോഴി, പക്ഷെ ഈ കോഴിക്കൾ ഇന്നതോ ഈ ചളിയിലും കുന്തിലും കിടക്കണ പുഴുക്കള്, കൽക്കുഞ്ഞൻ, ചേരാട്ട. എന്റെ അള്ളാ, എന്തിനധികം പറയണ്? മനുഷ്യന്റെ നിർത്തടോ കാതറെ, ഒരു 2 കിലോ കോഴി മതി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. കൊമോ ഇജവിടെ കേട്ടോ? ആ നമ്മളിവിടെ ഉണ്ട്. എന്തിനാ കാര്യപ്പോ ദത്തകാതരാജി തരണേ? ഇതന്നെയാണോ ഞാൻ തെരഞ്ഞിനെ? നിക്കടാ അവിടെ. കത്തി നിക്കടാ അവിടെ. കത്തി. അല്ല, ഞമ്മളെ കോമല്ല പായണത്. എങ്ങട്ടാ ഒരു ഈ ബാണം വിട്ടമാതിരി? പൊന്നാര ചങ്ങായികളെ നോക്കിന്നോളി, എവിടെ കത്തി പിടിച്ചിക്കണോലോ. സുബ്ഹാനല്ല, കാതിറിന് അളകിയതാ തോന്നണേ. കാട്ടിത്തരാം, എല്ലാവർക്കും കാട്ടിത്തരാം. ഇന്നത്തോടുകൂടി കോമ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നിങ്ങളൊക്കെ അനുഭവിക്കടാ. ഹലോ, എന്താ പൊന്നാരക്കുട്ടി ഇങ്ങനെ എന്നാ ആലോചിക്കണേ? ഒന്നുമില്ല ഇത്താത്ത. അതൊന്നുമല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ല ഇത്താത്ത. എന്തായാലും ഇത്താത്താന്റെ കുട്ടി ഇത്താത്ത ചെയ്ത പോലത്തെ അബദ്ധമൊന്നും ചെയ്യരുത്. ആളും അർത്ഥമൊക്കെയുള്ള സ്വഭാവശുദ്ധിയുള്ള ആളായിരിക്കണം. നമ്മള് പെണ്ണുങ്ങള് ചെറുപ്രായത്തിൽ എടുത്തു ചാടിയാല് ജീവിതം മുഴുവൻ കണ്ണീരിലാവും. അതുകൊണ്ട് ഇത്താത്താന്റെ കുട്ടി സൂക്ഷിക്കണം. ദത്ത സെലീന കിനാവ് കാണാ. ഇത് തെറ്റിപ്പോവല്ലേ? ഇത് ശരിയേ? ഇത് ആരെ മനസ്സിലോർത്തെന്ന് ഞാൻ പറഞ്ഞു തരണം. ഞാനൊന്ന് കേക്കട്ടെ. പറയട്ടെ? പറയും. ആ പറഞ്ഞോളി. ശില്പം കോയാ. അയ്യേ, ഇപ്പൊ കിട്ടി. കോഴിക്കാതറ്. അയ്യേ, നിങ്ങൾ ആരും പറയണ്ട. പറയാൻ കണ്ടിരിക്കുന്ന ഒരാള്. പിന്നെ പാരെ വിളിക്കഴിഞ്ഞാവ് കണ്ടത് എന്നെ ചേണോ? പടച്ചോനെ, ഞാനാണെങ്കിൽ ഇതിൻ്റെ പടച്ചോനെ എന്തപ്പം നമ്മൾ ചെയ്യുക? എൻ്റെ കൽവിലെ വെണ്ണിലാവും നീ എൻ്റെ